പാഷൻ ടു ബിസിനസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാജി. ഞാൻ നിങ്ങളുടെ ഒപ്പം ചേരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യൊപ്പിന് വില നിർണ്ണയിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ അതിൻ്റെ വില നിർണ്ണയിക്കുകയും അതിൻ്റെ പരിധി നിശ്ചയിക്കുകയും ചെയ്യേണ്ടത്? നമുക്ക് ഓരോ സ്ത്രീകളിലും ഓരോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ ഒന്ന് മോൾഡ് ചെയ്തെടുത്ത് നമുക്കൊരു നല്ലൊരു വരുമാന മാർഗമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? പലതരത്തിലുള്ള വിമൻസ് ഉണ്ടാവാം. ഒന്ന്, സാമ്പത്തികമായി ഒരുപാട് സ്റ്റെബിലിറ്റിയിൽ നിൽക്കുന്ന വിമൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻസെക്യൂർ ആയിട്ടുള്ള വിമൻസ് ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ഒന്നും ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളുണ്ടാവാം. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ തുടങ്ങി വെക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന ചെറിയ ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം സപ്പോർട്ടീവായിട്ടും നമുക്ക് നമ്മളുടെ ഒരു ലൈഫിലെ സ്ട്രെങ്ത് എന്ന് പറയത്തക്ക രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനും സാധിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ മാറ്റങ്ങളായിരിക്കും. അതുപോലെ നിങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു ചെറിയ കഴിവായിരിക്കും, ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ഒരു മൂല്യം നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിമൻസും ചിന്തിക്കുക, നമ്മൾക്ക് എപ്പോഴാണോ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ആവശ്യം നമുക്ക് വരിക എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ എപ്പോഴും നമ്മളെ പ്രിപ്പയർ ആയിട്ടിരിക്കുക. നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു വരുമാന മാർഗമാക്കിയെടുത്ത് അതിന് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരുടെ മുൻപിലും കൈ നീട്ടേണ്ടതായിട്ട് വരില്ല. ബിക്കോസ് ഞാനിപ്പോൾ പല എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഞാൻ 1-to-1 എടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അവർക്കൊരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതിയാവും അവർ മുന്നോട്ട് വരാനായിട്ട്. അവരുടെ ഉള്ളിലുള്ള ട്രൂ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനായിട്ട് ചെറിയൊരു നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതിയാവും. അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു സഹായം ചെയ്തു കൊടുത്താൽ, അതായത് ഫിനാൻഷ്യലി ഉള്ള സഹായമല്ല, അവരുടെ മുന്നോട്ട് നയിക്കുന്ന, അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും അവർക്ക് നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാനും സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനാലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തുറന്ന് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. എനിക്ക് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത്, ഞാൻ തന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നിരുന്നിട്ട് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അവർ പറയും, നിനക്ക് ഇതിനകത്തൊരു ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്, നിനക്ക് വളരെ ഒരു ക്രിയേറ്റിവിറ്റി ഇതിനകത്തുണ്ടെന്ന് എന്നെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അപ്പോൾ അതത്ര കാര്യമാക്കി എടുത്തില്ല. ഞാനന്ന് IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാനതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് എൻ്റെ ലൈഫിലേക്ക് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയും ഈ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രഗിളിങ്സ് വന്നപ്പോൾ, എനിക്ക് എൻ്റെ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നും അതിലൂടെ ഒരുപാട് വിമൻസിനെ എംപവർ ചെയ്യിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉടലെടുത്തു. ആ ഒരു സമയത്താണ് ഞാൻ നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു സിനിമ പുറത്തിറങ്ങിയുണ്ടായി. അതിനകത്ത് പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആരാണ് നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ പരിധി നിശ്ചയിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ആർക്ക് വേണ്ടിയും അല്ലാതെ, ഒന്നിനു വേണ്ടിയും അല്ലാതെ കുറേ ടൈമുകൾ നമ്മളിങ്ങനെ സ്പെൻഡാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് ഓഫ് ദി ലൈഫിൽ നമ്മൾ എന്താണ് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നഷ്ടബോധം തോന്നാൻ പാടില്ല. നിങ്ങൾ ഇന്ന് തുടങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാനായിട്ട് ഉദ്ദേശം, നമ്മൾ മനസ്സിലൊരു കോൺഫിഡൻസ് നേടിയെടുക്കുക. നമ്മൾ എന്താണ് ഒരു സ്കില്ലുള്ളത്, എനിക്ക് എന്താണ് ഒരു ട്രൂ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ഇതുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് തന്നെ ഒരു നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് മുന്നോട്ട് നയിച്ച് കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ ഒരു വർഷത്തിന്, അല്ലെങ്കിൽ 2 വർഷം 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഈ പാഷൻ ടു ബിസിനസ് എന്ന കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് വിമൻസിന് നമുക്കിപ്പോൾ നമ്മൾ അതിനുള്ള ഒരു എംപവർമെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, മെൻറ്റർഷിപ്പ് എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മളിടുന്ന വീഡിയോസ്, നമ്മൾ കൂടുതൽ നല്ല
എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെ ഒരു വസ്ത്ര വ്യാപാര മേഖലയാണ്. എൻ്റെ ഓൺലൈൻ സ്വന്തമായിട്ടുള്ള ബ്രാൻഡാണ് എലഗൻസ് സ്റ്റൈൽ ടോപ്സ് ആൻഡ് കുർത്തീസ്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ, അത് ഞാൻ തുടങ്ങി വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗ്ലിങ്സ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് അന്ന് തുടങ്ങിയപ്പോൾ ഇന്നത്തെ പോലെ ഇത്ര മീഡിയാസ് അത്രയും പോപ്പുലർ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള പഠിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രം അറിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. സോ അത് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിലൊരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. സോ ഞാൻ പഠിച്ചിരിക്കുന്ന ആ സ്കില്ലുകൾ, ആ അറിവുകൾ എല്ലാം നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്തിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പാകത്തിന് നിങ്ങളെ ഒന്ന് സഹായിക്കുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ടാണ് ഞാൻ ഈ പാഷൻ ടു ബിസിനസ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിരിക്കുന്നത്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വെനസ്ഡേയിലും 8 മണിക്ക് നമ്മുടെ സൂം മീറ്റിങ്ങുകളുണ്ട്. അതിനകത്ത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിമൻസും നമുക്ക് സമയമില്ല അല്ലെങ്കിൽ എനിക്കിത് ഇന്ന് സാധ്യമല്ല എന്ന് വിചാരിച്ച് പിന്നോട്ട് പോകാതെ എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിപ്പോൾ മോർണിംഗിൽ ഒരു 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും 1-2 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഒരു 10 മിനിറ്റ് നമ്മളുടെ ഒരു ബ്രീത്തിങ്ങിലേക്ക് നമ്മുടെ ഒരു ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ല കുറച്ച് ബ്രീത്തുകൾ എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് മനസ്സിൽ നമ്മളുടെ നല്ലൊരു സുവർണമായിട്ടുള്ള നമ്മളുടെ ഒരു വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ആ പിക്ചർ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ ആ ഗോൾസുകൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പർപ്പസ്ഫുള്ളി ഈ ഗോൾ എഴുതാനായിട്ട് ഒരു ബുക്ക് തയ്യാറാക്കിയിട്ട് അതിനകത്തൊരു ബുക്കിനകത്ത് ഗോൾസ് എഴുതുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന രീതിയിൽ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം. അങ്ങനെയുള്ള നിങ്ങളുടെ ഓരോ വിഷും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങളൊരു ഗോളായിട്ട് എഴുതുക. അതിപ്പോൾ ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലും അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ തെളിഞ്ഞു വരും. സോ അങ്ങനെ എഴുതി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അതൊരു ആക്ടിവേറ്റ് ചെയ്യും, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് നേടേണ്ടതെന്നുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല രീതിയിൽ ഒരു ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. നമ്മുടെ ഒരു ഗ്രോത്ത് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആ ഒരു പാത നമ്മൾ ശരിക്കും കാണുക. ആ ഒരു പിക്ചർ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗോൾസ് എഴുതുക. നല്ല നമ്മളുടെ നമ്മളുടെ ഒരു തുടക്കം കുറിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് നിങ്ങളത് പഠിക്കാനായിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോടായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.